ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. നമ്മുടെ നെവിനും നൂറയും അനുവും ഒക്കെ ചെറിയ ചില ഉടക്കുകളൊക്കെ ലൈവിൽ നടന്നു. വേറൊന്നുമല്ല, നമ്മുടെ നെവിൻ ഒന്ന് മുടി കെട്ടാതെ ഈ കിച്ചൺ ഏരിയയിൽ നിൽക്കുന്നതിനെ അനു ചോദ്യം ചെയ്തു. ഇങ്ങനെ നെവിൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, തലമുടി ഇങ്ങനെ അങ്ങോട്ടാട്ടി ഇങ്ങോട്ടാട്ടിയാണ് നെവിൻ നടക്കുന്നത്. സോ അതിൻ്റെ പേരിൽ ഒരു ചെറിയ വഴക്ക് നടന്നു. നെവിൻ ചോദിച്ചു, നീ ഇന്നലെ മുടി കെട്ടിയില്ലല്ലോ, അപ്പോൾ എന്നാൽ പിന്നെ എനിക്കും കെട്ടാതെ നടക്കാമെന്ന് നെവിൻ പറയുന്നുണ്ട് അനുവിൻ്റെ അടുത്ത്. അപ്പോൾ അനു പറയുന്നുണ്ട്, ഞാൻ കെട്ടിയില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ നിന്നെപ്പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി ആട്ടി നടക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നീ മുടി കെട്ടിയിട്ട് വേണം കിച്ചണിൽ വരാനെന്ന് അനു പറയുന്നു. രണ്ടാമത്, ഈ നെവിൻ കിച്ചൺ ഏരിയയിൽ ഇവർ പൂരി ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് വന്ന് കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് നോക്കാൻ പോയപ്പോൾ പെട്ടെന്ന് നൂറ പറഞ്ഞു, അതിൽ ടച്ച് ചെയ്യരുത്, നീ കൈ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നോ, അതിൽ ടച്ച് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെവിനെ തടയുകയാണ്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നെവിൻ ഇങ്ങനെ വന്ന് എടുത്തുകൊണ്ട് പോകാറുണ്ട് കൈയിട്ട്. രണ്ട്, കൈ വാഷ് ചെയ്യാതെ ആരും അങ്ങനെ വന്ന് എടുക്കരുതെന്ന് ഇന്നലെ എല്ലാവരും ഹൈജീനുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിൽ എല്ലാവരും പറഞ്ഞതാണ്. അപ്പോൾ ഇത് നെവിന് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇന്നലെ രാത്രി മാവ് കുഴച്ചു വെച്ചത് നെവിനാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പരുവം ഉണ്ടല്ലോ, പൂരി ഉണ്ടാക്കാനുള്ള ആ ഒരു പരുവത്തിന് അത് ആയിട്ടില്ല എന്ന് അവിടെ ആരോ പറയുന്ന കേട്ട് അത് നോക്കാൻ വേണ്ടിയിട്ടാണ് നെവിൻ വന്നതെന്നാണ് നെവിൻ പറയുന്നത്. അങ്ങനെ നെവിൻ വീണ്ടും നൂറയുമായിട്ടും നമ്മുടെ അനുമോളുമായിട്ടൊക്കെ ചുമ്മാ കയറി വീണ്ടും ഉടക്കുന്നുണ്ട്. സോ നെവിനും കണ്ടന്റിന് വേണ്ടി തന്നെയാണ്. അത് സീരിയസ് വഴക്കായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. കിട്ടുന്ന അവസരങ്ങളിൽ ചുമ്മാ കയറി അങ്ങോട്ട് വഴക്കുണ്ടാക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.